ഹായ് എവരിവൺ, വെൽക്കം ടു മൈ ന്യൂ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് എനിക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. നമ്മളെല്ലാവരും ഓരോ കളറും കാണുന്നത് ഒരേപോലെയാണോ? നിറങ്ങൾ എല്ലായിടത്തുമുണ്ട്. നമ്മൾ കാണുന്ന പൂക്കളിലും കഴിക്കുന്ന ഫുഡിലും ആകാശത്തിലും വസ്ത്രങ്ങളിലും ഒക്കെ. അതൊക്കെ ഇവിടെ നിൽക്കട്ടെ, ഞാൻ റെഡ് എന്ന കളർ കാണുന്നത് പോലെ തന്നെയാണോ നിങ്ങളും കാണുന്നത്? നമുക്കൊന്ന് നോക്കാം. ആദ്യം എങ്ങനെയാണ് നമുക്ക് പലതരത്തിലുള്ള കളറുകൾ കാണാൻ പറ്റുന്നത് എന്ന് നോക്കാം. നമ്മുടെ കണ്ണുകളിൽ പ്രകാശത്തെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്ന കോൺ സെൽസ് ഉണ്ട്. അപ്പോൾ ഈ കോൺ സെൽസ് അയക്കുന്ന സിഗ്നൽസ് വഴിയാണ് നമുക്ക് പല വേവ്ലെങ്തിലുള്ള കളറുകൾ തിരിച്ചറിയാനും കാണാനും പറ്റുന്നത്. ഇവിടെയുള്ളൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓരോരുത്തരിലും കോൺ സെൽസ് റെസ്പോണ്ട് ചെയ്യുക പല തരത്തിലാണ്. ചില ആളുകളിൽ കോൺ സെൽസിന് ചില വേരിയേഷൻസ് ഉണ്ടാവാറുണ്ട്. അവർക്ക് ബാക്കിയുള്ളവരെ പോലെ എല്ലാ കളറുകളും തിരിച്ചറിയാനാവില്ല. ഈ കണ്ടീഷനെയാണ് കളർ ബ്ലൈൻഡ്നെസ് എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന്, റെഡ് ഗ്രീൻ കളർ ബ്ലൈൻഡ്നെസ് ഉള്ള ഒരാൾക്ക് ഈ രണ്ട് കളറുകളും കാണാൻ ഒരേപോലെ തോന്നിക്കുകയുള്ളൂ. ഇതൊരു കളർ ബ്ലൈൻഡ്നെസ് ടെസ്റ്റാണ്. നിങ്ങൾക്ക് ഇതിലുള്ള നമ്പർ വ്യക്തമായി കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കളർ വിഷൻ ഓക്കെ ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി കാണാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ ഈ ടെസ്റ്റിൽ വിജയിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി നമുക്ക് കുറച്ച് ഫിലോസഫിക്കലായിട്ട് ചിന്തിക്കാം. നമ്മുടെ എല്ലാവരുടെയും കണ്ണുകൾ വർക്ക് ചെയ്യുന്നത് സെയിം രീതിയിലാണ് എങ്കിലും ഞാൻ റെഡ് എന്ന കളർ കാണുന്നത് പോലെ തന്നെയാണ് ഈ വീഡിയോ കാണുന്ന നിങ്ങളും കാണുന്നത് എന്ന് പറയാൻ ഒരു വഴിയുമില്ല. ചിലപ്പോൾ നിങ്ങൾ എൻ്റെ റെഡ് കാണുന്നത് ഞാൻ ബ്ലൂ കാണുന്നത് പോലെ ആയിരിക്കും. ഈ ഐഡിയയാണ് ഇൻവേർട്ടഡ് സ്പെക്ട്രം ഹൈപ്പോതീസിസ് എന്ന് വിളിക്കുന്നത്. നിറങ്ങളെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നതിന് നമ്മുടെ കൾച്ചറും ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ചില ഭാഷകളിൽ മറ്റു ഭാഷകളെ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ കളറുകൾ കാണാൻ കഴിയും. ഫോർ എക്സാമ്പിൾ, ചില കൾച്ചറുകളിൽ ബ്ലൂ എന്ന കളറിൻ്റെ പല ഷെയ്ഡുകൾക്കും പല പേരുകളുണ്ട്. ബൈ ദ വേ, ഞാനൊരു കളർ കാണുന്നത് പോലെ തന്നെയാണോ നിങ്ങളും കാണുന്നത്? ആക്ച്വലി അതിൻ്റെ ഉത്തരം നമുക്കിപ്പോൾ അറിയില്ല. ഇനി അറിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനും പോകുന്നില്ല. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം.